ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ചൈനയിൽ ഉള്ള വിഷയം അത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉയ്ഗൂർ മുസ്ലിംസിൻ്റെ കാര്യമാണ് മനസ്സിലേക്ക് ഓടി വരിക എന്നറിയാം. അതുതന്നെയാണ് നമ്മളുടെ വിഷയവും. അപ്പോൾ അതിൽ ഉയ്ഗൂർ മുസ്ലിംസിനെ എങ്ങനെയാണ് ചൈന അവിടെ പെർസിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴായിട്ട് പല വേദികളിലായിട്ട് പലരും കാലങ്ങളായിട്ട് പറഞ്ഞു കേട്ട് നിങ്ങൾ മറന്നിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷേ ഞാൻ അതിനകത്ത് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കുന്നത് ചില കാര്യങ്ങൾ ഇവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു വിഷയത്തിൽ ചൈനയെ എതിർക്കണോ, ചൈന ചെയ്യുന്നത് ശരിയാണോ, ചൈന ചെയ്യുന്നത് തെറ്റാണോ എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും പറ്റാതെ പോകുന്നൊരവസ്ഥ അത് നമ്മളെ മുന്നിൽ വരുന്നു എന്നുള്ളത് ശ്രദ്ധയപ്പെട്ടു. അത് ഞാൻ വായിച്ചപ്പോൾ, ആ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിനകത്തുള്ള ചില കാര്യങ്ങൾ, ചൈനയെ എന്താ പറയുക, കഴിച്ചിട്ട് നമുക്ക് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിൽ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ പോവുകയാണ്. അത് അതേപോലെ എനിക്ക് വന്ന ആ ഫീലിംഗ് നിങ്ങളുടെ മുന്നിലൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ചൈനയെ എൻഡോഴ്സ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതിനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം എന്തുകൊണ്ട് ചൈന അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നതാണ് എൻ്റെ വിഷയം. അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത്, അതിനുള്ള മാതൃകകൾ അല്ലെങ്കിൽ മറിച്ചുള്ള ഒരു അതങ്ങനെയല്ല, അങ്ങനെ ആകാതെ ഇരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള എന്ത് മോഡലാണ് ഇവിടെ നമുക്ക് ചൈനയുടെ മുന്നിൽ വെച്ച് കൊടുത്തുകൊണ്ട് ചൈനയ്ക്കൊരു രണ്ടാം ഒരു വിചിന്തനത്തിനുള്ളൊരു അവസരം നമുക്ക് ഒരുക്കാൻ കഴിയുക എന്നും കൂടിയൊക്കെ ആലോചിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലായത് അത് സാധിക്കില്ല എന്നതാണ്. അങ്ങനെ മറിച്ചൊരു മോഡൽ വെച്ചുകൊണ്ട് ചൈനയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്തുകൂടെ, നിങ്ങൾക്കിത് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കാൻ ഒരവസ്ഥ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ നമുക്ക് ആ വിഷയം പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഞാനത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ നമ്മുടെ മുന്നിലേക്ക് വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇതാണ്. ഈ കറങ്ങി ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിന് പൊളിക്കുന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ആളുകൾ ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കൂടുതൽ. അപ്പോൾ അതിലിതാണ്: ചൈനീസ് അതോറിറ്റീസ് റേസ് മോസ്ക് ഇൻ സിൻജിയാങ് റിപ്പോർട്ടഡ്ലി കൺസ്ട്രക്ട് പബ്ലിക് ടോയ്ലറ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഇതാണ് വാർത്ത. ഒരു എന്താണ് ഷിൻജിയ, ആ വാക്ക് ഉച്ചാരണമൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചൈനക്കാരനോട് ക്ഷമിക്കണം. നമുക്കിപ്പോൾ ഇതല്ലേ അറിയുള്ളൂ. എന്താണ് എനിക്ക് തോന്നുന്നത്, എക്സ് എന്നുള്ളത് ഷിൻ എന്നാണ് പറയുന്നതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഒരു പഴയ ചൈന സുഹൃത്ത് പറഞ്ഞു തന്ന ഒരു ഓർമ്മ. എന്തായാലും ആ സ്ഥലത്ത് ഒരു പള്ളി പൊളിക്കുന്നു, പകരം അവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ്, പബ്ലിക് ടോയ്ലറ്റ് കോംപ്ലക്സ് പണിത് വെക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടൊരു വാർത്ത. അപ്പോൾ അത് അവിടെ സ്ഥിരീകരിക്കുന്ന വേണ്ടിയിട്ട് അവിടെ ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. താഴെ കാണുന്ന ആ ചിത്രം അതിൻ്റെയാണ്. പള്ളി ഉണ്ടായിരുന്ന ചിത്രം ഇടതുവശത്തും പള്ളി പൊളിച്ചു കഴിഞ്ഞിട്ടുള്ള ചിത്രം വലതുവശത്തും. പള്ളി പൊളിക്കുക, പള്ളി പണിയുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വല്ല ബാബറി മസ്ജിദോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പള്ളികളൊക്കെ വരുന്നുണ്ടെങ്കിൽ തൽക്കാലം അത്തരം കുൽസിത ചിന്തകളൊക്കെ മാറ്റി വെച്ചേക്കുക. കാരണം അത് സംഘികൾ പൊളിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളൂ. ചൈനക്കാർക്ക് അതൊക്കെ പൊളിക്കാം എന്നുള്ളതാണ് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ചൈനക്കാരൻ പൊളിച്ചാൽ അത് ചൈനീസ് പൊളിയാണല്ലോ. അപ്പോൾ ആ പൊളി അവിടെ നടക്കുന്നു. അങ്ങനെ അത് ചിത്രമായിട്ട് നമ്മൾ മുന്നിലേക്ക് വരുന്നു. ആർക്കും ഒരു കുഴപ്പമില്ല, ഒരു മുസ്ലിമിനും പ്രശ്നമില്ല, ഒരു ഇസ്ലാമിക രാജ്യത്തിനും പ്രശ്നമില്ല. ഇതാണ് നമുക്ക് ലഭിച്ച ആ വാർത്തയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇത് ഷെയർ ചെയ്തുകൊണ്ട് അതിനകത്തൊക്കെ ഉള്ള കമൻ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഓ, ഇതെങ്ങാനും ഇന്ത്യയിലായിരുന്നെങ്കിൽ, ഇതെങ്ങാനും പൊളിച്ചത് സംഖ്യയായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ്. അപ്പം ഞാൻ പറയുന്നത്, ആ ഒരു കമൻ്റ് കൊണ്ട് സംഖ്യ ചെയ്തത് വെളുപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു ചിന്ത, അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് ഈ ആരാധനാലയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കൊണ്ടുപോയി. ഇപ്പോൾ ക്ഷേത്രം പണിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇത്രമാത്രം ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാർ മെനക്കെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ എല്ലാത്തിനെയും പിടിച്ച് ചന്തിക്ക് പടയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത്. വേറെ പണിയൊന്നും ഇല്ലേ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ആരെങ്കിലും പോയി പണിയെ ഉദ്ഘാടനം ചെയ്യുക, എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊരു മുഖ്യമന്ത്രിയാവുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ഒരു സ്റ്റാൻസ് എടുക്കേണ്ടി വരിക? ഈ ശബരിമല, ഞാനൊരു നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് നമുക്ക് നാളെ ശബരിമല പൊളിച്ച് കളയാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതൊരു പ്രായോഗികമായിട്ടുള്ളൊരു നടപടിയല്ല.
എന്നുള്ളതാണ് ഒന്നാമത്തെ വശം. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട വശമാണ്. അപ്പോൾ അത് കേരളത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ശബരിമല വരും. നമ്മളിനിപ്പോൾ പ്രധാനമന്ത്രിയാണ് ആവുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അയോധ്യ വരാം, ഗ്യാൻ വാപ്പി വരാം, ഇനി വേറെ ഏതൊക്കെ പള്ളിയാണ് ഇനി പൊന്തി വരാനുള്ള, ഏതൊക്കെ ക്ഷേത്രമാണെന്നുള്ളതൊന്നും ഒരു പിടിയില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കണം നമുക്കതിനകത്ത് പറയാനും ചെയ്യാനുള്ളത്, നമ്മളുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കണം. ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിരീശ്വരവാദി, ഈശ്വരവിശ്വാസമില്ല, ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർ മനുഷ്യരാണ്, അവരുടെ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്, ഇതുപോലുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ സ്റ്റാൻസേ എനിക്കെടുക്കാനുള്ളൂ. ആ സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ എന്തായാലും ഇതൊരു നല്ലൊരു വിൽപ്പന ചരക്കാണ്, ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത്, പള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്തരത്തിലുള്ളൊരു എന്താ പറയുക, അവരുടെ ആരാധന, ഈശ്വര സങ്കല്പമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത സംഭവമാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ളൊരു സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരാധനാലയങ്ങൾ അത് ഏതു തന്നെയായാലും അതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു കച്ചവട സ്ഥാപനം തന്നെയാണ്. അവിടെ ആളുകൾ വരുന്നുണ്ട്, ആ വരുന്ന വഴിക്കുള്ള യാത്രകളിലുടനീളം പല കാര്യങ്ങളും, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ വിനിമയം നടത്തുന്നുണ്ട്, ഗതാഗതമുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു യഥാർത്ഥത്തിൽ ഒരു വിഷണറി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രധാന സ്പോട്ടായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെയ്യേണ്ടത് ആ ഒരു ശബരിമല എന്നുള്ളത് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരു മികച്ച ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സംസ്ഥാനമാക്കിയിട്ട് മാറ്റാൻ ഈ ടൂറിസത്തെക്കാൾ കൂടുതൽ നമുക്ക്, അതായത് ഇപ്പോൾ ടൂറിസത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് നിന്നുപോകും. ഇപ്പോൾ നമുക്കറിയാം ശ്രീലങ്കയുടെ വിഷയം നമുക്കറിയാം, ഇപ്പോൾ അതേ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാൽഡീവ്സിൻ്റെ വിഷയം നമുക്കറിയാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഭക്തി എന്ന് പറയുന്ന സാധനം അതെന്നും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ആ ഭക്തിയെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളുപരി അത് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ, എങ്ങനെയാണോ സൗദി അറേബ്യയിൽ ആളുകൾ ഇപ്പോഴും പോകുന്നത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അവിടെ പോകുന്നത്, കോടിക്കണക്കിന് രൂപയാണ് അവിടെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ പല കാര്യങ്ങൾക്ക് അവിടെ നടക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കുന്നു. സമാനമായ രീതിയിൽ ആ പള്ളിയിൽ സംഭാവന കുറ്റിയിൽ കൈയിട്ട് വാരണമെന്നല്ല, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആ കുറ്റിയിൽ കൈയിട്ട് വാരണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരറ്റത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റം മുതലുള്ള ആളുകൾ ഈ ശബരിമലയിലേക്ക് വരുമ്പോൾ ആ അമ്പലത്തിൻ്റെ നടയിലേക്ക് കയറുന്നത് വരെയുള്ള മേഖലയിലുള്ള എല്ലാ ആക്ടിവിറ്റിയുടെയും അതിൻ്റെ എല്ലാം ഒരു പങ്ക് ടാക്സ് ഇനത്തിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഖജനാവിലേക്ക് വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അമ്പലത്തിൻ്റെ ആ ട്രസ്റ്റോ എന്താണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിട്ടുകൊടുക്കുക, അത് അവരവിടെ ഭംഗിയായിട്ട് ചെയ്യട്ടെ, അത് മോണിറ്റർ ചെയ്യാൻ അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നല്ല റോഡ് പണിതും, നല്ല എയർപോർട്ട്സ് ഉണ്ടാക്കി, നല്ല റെയിൽവേ സംവിധാനങ്ങൾ ഉണ്ടാക്കി, വരുന്ന ആളുകൾക്ക് ഉള്ള റെസ്റ്റ് എടുക്കാനും താമസിക്കാനും മറ്റ് ഹോട്ടൽ പണിതിട്ടാണെങ്കിലും അങ്ങനെ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക അത് ചെയ്ത് ആളുകൾക്ക് സുഗമമായിട്ട് വന്നു പോകാനുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ ഭക്തി പ്ലസ് ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസും കൂടി വരുമ്പോൾ, ഈ നമുക്കറിയാലോ, നമ്മൾ ചില സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഈ ശബരിമലയിലേക്ക് എന്ന് വരുന്ന എന്തായാലും അവർ വണ്ടിയും പിടിച്ച് 10-30 ആളൊക്കെയാണ് ചിലപ്പോൾ ഓരോ വണ്ടിയിലുണ്ടാവാറ്. അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ആ വണ്ടി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ഒന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറം ആ പോകുന്ന വഴിക്ക് 2-3 ടൂറിസ്റ്റ് സ്പോട്ട്സെങ്കിലും കയറാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുക്കിയിട്ടാൽ ആ 30 ആൾ ഒരു വണ്ടിയിൽ നിന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റും കൂടി നമ്മുടെ നാടിനല്ലേ ഉണ്ടാവുക. അങ്ങനെ എന്തൊക്കെ തരത്തിൽ അവരെ നമുക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഞാൻ ആലോചിക്കൽ. അപ്പം ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരു ക്രൂഡ് ഐഡിയ ഇങ്ങനെയാണ്. അത് പല രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും ഭംഗിയായിട്ട് ചെയ്തു വരുന്നു. ആ ടൂറിസം എന്ന് പറയുന്ന സാധനം തന്നെയാണ് കറങ്ങിത്തിരിഞ്ഞ് അവിടെ വരുന്നത്. ആ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി തന്നെയാണ് എല്ലാവരുടെയും കണ്ണ്. അത് 6-ാം നൂറ്റാണ്ടിലും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല. അതാണ് അവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും അവിടെ കൈവിട്ട് പോകുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേരള സർക്കാരിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ ആ
താറാവിനെ കൊന്ന് വയറിനകത്തുള്ള മൊത്തം പൊന്മുട്ട ഇങ്ങ് എടുത്തു കളയാം എന്നുള്ളൊരു ലൈനിലാണ് അവരുടെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഉടനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് രജിസ്ട്രേഷൻസ് അതിൻ്റെ റവന്യൂ ഒക്കെ കണ്ടമാനം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടു. അതിൻ്റെ കാരണങ്ങൾ ഇത് പെട്ടെന്ന് ടാക്സ് കൂട്ടുകയും കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇവിടെ ഈ ചൈനയിലെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ആളുകൾ അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, ആ ഉയ്ഗൂർ മുസ്ലിംസ് എന്നുള്ള വിഭാഗം ആളുകളെ ഏത് രീതിയിലാണ് ചൈനക്കാർ നേരിടുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള പല തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഏപ്രിൽ 2023 സെൻറ്റർ ഫോർ ഉയ്ഗൂർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ US ഒരു ബോഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട്. ഇതാണ് ഞാൻ വായിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ട് പോയത്. ഈ പള്ളി പൊളിച്ചതും എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വായിച്ചതാണ്. അപ്പോഴാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ വന്നതും അതിനെ ഏത് രീതിയിൽ നമ്മളതിനെ എടുക്കണമെന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു ആശങ്ക വന്നത്. അപ്പോൾ ഇതിൽ ഈ ഇൻട്രഡക്ഷൻ, അതിൻ്റെ ആ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഒന്ന് ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്കറിയാം. അതിൽ 3 ഹെഡിങ്സ് ആണ്. ഇസ്ലാമോഫോബിയ ഇൻ ചൈന. ആ വാക്ക് അതിൽ ശരി തെറ്റിപ്പോൾ തൽക്കാലം നമ്മൾ വിടുന്നു, കാരണം അത് വേറെ വാക്കില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുകയാണ്. ചൈനാസ് വാർ ഓൺ ഇസ്ലാം രണ്ടാമത്തെ ഒരു ടൈറ്റിൽ. മൂന്നാമത്തത് ചൈനാസ് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഇൻ ദ ഇസ്ലാമിക് വേൾഡ്. പിന്നെ 4മത്തത് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മുസ്ലിം കൺട്രീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൽ ഈ മേജർ റീജിയൻസ് എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം നിങ്ങൾക്ക് കാണാം. അതിൽ ആ മഞ്ഞ കളറ്, ആ ഷിൻജിയാങ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയ, ആ ഭാഗങ്ങളിലാണ്, അവിടെ നിന്ന് അങ്ങോട്ടാണ് മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ. ഈ സ്ഥലത്തെ അവർ വിളിക്കുന്നത് തന്നെ ഈസ്റ്റ് തുർക്കിസ്ഥാൻ എന്ന് വിളിക്കുന്നു. അതോടെ തന്നെ എന്താണ് ഉയ്ഗൂറിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന സ്ഥലം. കസാക്കിസ്ഥാൻ, നമ്മൾ ഇന്ത്യ, ടിബറ്റ് അതൊക്കെ കഴിഞ്ഞ മുകളിൽ കിടക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന സ്ഥലം. അവിടെയുള്ള ആളുകളാണ് ചൈനയുടെ ഭാഗമായിട്ട് ഇന്ന് അവിടെ ജീവിക്കുന്നതും. അവർ ഒരു എത്നിക്കലി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ്. അവരെ ചൈനക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ചൈനക്കാരല്ലേ എന്ന് ചോദിച്ചാൽ അതുമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ ഈ ഹെഡിങ്സിലൂടെ പോകുമ്പോൾ ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. PRC, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനാസ് വ്യൂ ഓൺ റിലീജിയൻ, വ്യൂയിങ് ഇസ്ലാം ആസ് എ ഫോറിൻ റിലീജിയൻ. ഓക്കെ, ഇസ്ലാമോഫോബിയ ഇൻ ചൈന, ഡിസ്ക്രിമിനേഷൻ ഓഫ് മുസ്ലിംസ്, ദ സിനിസൈസേഷൻ ഓഫ് ഇസ്ലാം. അങ്ങനെ ഒരു 4-5 ഹെഡിങ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, ഇസ്ലാം ആസ് എ ഫോറിൻ റിലീജിയൻ. ഓക്കെ, ആ വാക്ക് ഫോറിൻ എന്ന് പറയുമ്പോൾ ചൈനയിൽ നിന്നിട്ട് അത് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നില്ല. ഇന്ത്യയുടെ കോണ്ടക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഈ 3 സാധനങ്ങളെ വിദേശ സാധനങ്ങളായിട്ട് എണ്ണി അതിനെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് പണ്ട് വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ വിചാരധാരയിൽ ഗോൾവാർക്കർ എഴുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഫോറിൻ എന്നുള്ളൊരു വാക്ക് പുറത്തു നിന്ന് വന്നു, വൈദേശിക ശക്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ അതിൽ 3 എണ്ണിയതിൽ ഒന്ന് ഇസ്ലാമാണ്, മറ്റേത് കമ്മ്യൂണിസമാണ്, 3 നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ ഈ 3 സാധനത്തിന് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗോൾവാർക്കർ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, ഇതിന് മുന്നേ എണ്ണിയിട്ടുള്ള ആളാണ് നമ്മളുടെ ജെറൂസലം ഗ്രാൻഡ് മുഫ്തി എണ്ണിയിരിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് നമുക്ക് രണ്ടുപേർക്കും 3 കോമൺ എനിമീസ് ആണല്ലോ ഉള്ളതെന്ന് ഹിറ്റ്ലറുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നത് നമ്മൾ മുന്നേ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പുള്ളി എണ്ണുന്നത് ഇത് തന്നെയാണ്, ഇസ്ലാമാണ്, പിന്നെ ഒന്ന് ജൂതായിസമാണ്, നമ്മളുടെ ജൂതന്മാർ, പിന്നെ നമ്മളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, അവരും അവിടെ ഉണ്ട്. ഈ 3 പേരെയാണ് അവിടെയും എണ്ണിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ എണ്ണിയിട്ട് വെക്കുന്നത് ഇത് ഒരു സ്ഥിരം ഏർപ്പാടാണ്, ഇതുപോലുള്ള ഫാഷിസ്റ്റുകളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. ഇനി ഇസ്ലാമോഫോബിയ ഇൻ ചൈന എന്ന് പറഞ്ഞ്, പിന്നെ അതിൽ 5മത്തെ സിനിസൈസേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയും. അതായത് ചൈന വൽക്കരിക്കുക, ഇസ്ലാമിനെ ചൈന വൽക്കരിക്കുക. അതിൻ്റെ ചില വിശദാംശങ്ങൾ വഴിയെ വരുന്നുണ്ട്. ഇനി 2മത്തെ ഹെഡിങ്ങിൽ നിങ്ങൾക്ക് കാണാം, പ്രൊഹിബിഷൻ ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ, മദ്രസ നിരോധനം, സപ്രഷൻ ഓഫ് റിലീജിയസ് സ്കോളേഴ്സ്, ഇമാം നിരോധനം, ബേണിംഗ് ദ ഖുറാൻ കത്തിക്കൽ, ഡിസ്ട്രാക്ഷൻ ഓഫ് മോസ്ക്സ് ആൻഡ് സെമിറ്ററീസ്, അതായത് നമ്മളുടെ ബാബറി മസ്ജിദുകൾ പൊളിക്കുക, ചേഞ്ചിങ് പ്രയേഴ്സ് ആൻഡ് സിക്കർ, നമ്മളുടെ നിസ്കാരം അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുക, പിന്നെ ബാനിങ് ഹിജാബ്, നമ്മൾ ഹിജാബ് നിരോധനം, പിന്നെ എലിമിനേഷൻ ഓഫ് റിലീജിയസ് കസ്റ്റംസ്, അത് പിന്നെ പറയണ്ടല്ലോ, ബാൻ ഓൺ അറബി ഭാഷ അത് ബാൻ ചെയ്യുന്നു, ഇറേസിങ് ദ മുസ്ലിം ഐഡൻറ്റിറ്റി ഓഫ് ഉയ്ഗൂർ ചിൽഡ്രൻ,
ആ ഉയ്ഗൂർ കുട്ടികളുടെ ഐഡൻറ്റിറ്റി തന്നെ അവരുടെ പേരടക്കം മാറ്റുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതിനുശേഷം ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ട്. അത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചൈന മിക്ക വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ ചൈനീസ് ന്യൂസ് അറബിയിൽ ട്രാൻസ്ലേറ്റഡ് വേർഷൻ അവരവിടെ നിരന്തരം ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വളരെ സപ്പോർട്ടീവാണ്, മുസ്ലിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ അവിടെ നിരന്തരം അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചില ചൈനീസ് മീഡിയ ഔട്ട്ലെറ്റ്സ്, സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള മീഡിയ ഔട്ട്ലെറ്റ്സിൻ്റെ പോലും അറബിക് ചാനൽസ് ഈജിപ്തിലും അതുപോലെ മീന റീജിയനിൽ അതുപോലെ ആ മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ കറങ്ങി നടപ്പുണ്ട് എന്നതാണ് കാണാൻ കഴിയും. പിന്നെ അതുകൂടാതെ ചൈന നടത്തി വരുന്ന ചില നമ്മളുടെ ബെൽറ്റ് ആൻഡ് റോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പദ്ധതി, ആ ഒരു സംഗതിയൊക്കെ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമ്പീരിയലിസം എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിൽ ആളുകളെ സാമ്പത്തികമായിട്ട് തളച്ചിടുന്ന ഒരു അവസ്ഥ, ഇതെല്ലാമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിൽ ചില ചിത്രങ്ങൾ നമുക്ക് കാണാം. അതിൽ പ്രധാനമായിട്ട് ഒന്നാമത്തേത് ഈ സിനിസൈസേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളിവിടെ പറയാറുണ്ട് ഇസ്ലാം സ്വയം അപരവൽക്കരിക്കുന്നു എന്ന് പറയുന്നൊരു പരിപാടി. നമുക്കറിയാം ആ അപരവൽക്കരണം തെറ്റാണ്. നമ്മളുടെ വേഷവിധാനം, നമ്മളുടെ ആഘോഷങ്ങൾ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പേരിടുന്നതിൽ പോലും ആളുകൾ കൂടുതൽ അറബി പേരുകൾ. ഇപ്പോൾ ഒരു കാലത്തൊക്കെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഇപ്പോൾ മമ്മദ് എന്ന പേര്, എന്താണ് മമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പേര് അറബിയിലില്ല. പക്ഷേ നമ്മളുടെ നാട്ടിൽ മമ്മദ് കാക്ക ഉണ്ട്, മമ്മദ് ഹാജി ഉണ്ട്, മമ്മദ് കോയ ഉണ്ട്, മമ്മദ് എന്ന് വെച്ച് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ മമ്മദ്? അത് ഈ മുഹമ്മദ് എന്നുള്ള പേരിനെ മലയാളീകരിച്ചു നമ്മൾ, അല്ലേ? അപ്പോൾ ആലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ന മലയാളം വാക്കും കൂടി ചേർത്ത് നമ്മൾ അതിനൊരു മലയാളം പേരാക്കി മാറ്റുന്നു. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ ഭാഷയ്ക്കും അനുസരിച്ച രീതിയിലും ആ മതം ഏതായാൽ പോലും അവരുടെ ആ ഭാഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള പേരുകൾ പോലും വരുന്ന രീതിയിൽ ഉള്ള ഒരു രീതിയായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നത് മാറിയിട്ട് യഥാർത്ഥ അറബി നാമങ്ങൾ, യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക റെപ്രസെൻറ്റേഷൻസ്, അത് ഭാഷ ഉപയോഗിച്ചാണെങ്കിലും വേഷവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും എല്ലാം ആ തരത്തിൽ എല്ലാം കൃത്യമായിരിക്കണമെന്നൊരു അങ്ങനെ ഒരു പോളിസി ഇന്ന് വരുന്നു. അത് സർവ്വസാധാരണമാകുന്നു, സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ വഴി വെച്ചത് നമുക്കറിയാവുന്ന ആ ഒരു മിഡിൽ ഈസ്റ്റ് ആ ഒരു കൾച്ചറുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു എക്സ്പോഷർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് സംഭവിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും കുഴിമന്തിയും അതുപോലുള്ള സാധനങ്ങളും അൽഫഹം മന്തില്ല വന്നതൊക്കെ നമ്മളതിനെക്കുറിച്ച് ചേർത്ത് വെച്ച് പറയാറുണ്ട്. അതെല്ലാം ആ ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിലൊന്നും നമുക്കൊരു തെറ്റ് പറയാൻ കഴിയില്ല. ഭക്ഷണം അങ്ങനെ വരും, പലതും നമ്മൾ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പുട്ട്, ഇടിയപ്പം, അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും മലയാളികൾ സ്വന്തം കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല, പല നാടുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എടുത്ത കൂട്ടത്തിൽ ഇന്നിപ്പോൾ നമ്മൾ അൽഫാമും നമ്മളുടെ കുഴിമന്തിയൊക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എടുക്കുകയും അത് ആ നാടിൻ്റെ ഐഡൻറ്റിറ്റീനെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആ നാട് തീരുമാനിക്കുകയാണ് അതിന് പറ്റില്ല, നമുക്ക് തിരിച്ച് നമ്മളെ നാടിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ കൊണ്ടുവരണം എന്ന് വന്നാൽ എങ്ങനെ ഇരിക്കും? അതായത് ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ വലത്തോട്ട് മുണ്ടെടുക്കും, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇടത്തോട്ട് മുണ്ടെടുക്കും. അപ്പോൾ നാട്ടുകാർ പറയുകയാണ് ഇനി അത് പറ്റില്ല, ഇനി മുസ്ലിങ്ങളെല്ലാവരും അങ്ങനെ വലത്തോട്ട് കൊടുക്കുന്നത് ശരിയല്ല, എല്ലാവരും ഇടത്തോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മുസ്ലിങ്ങളെല്ലാവരും മീശ പഠിക്കും, താടി വെക്കും, ബാക്കിയുള്ള ആളുകളെല്ലാവരും മീശയും താടിയും ഒരുമിച്ച് വെക്കും, അല്ലെങ്കിൽ രണ്ടും പഠിച്ച കളയുക, എങ്ങനെ വേണേലും നടക്കും. അപ്പോൾ പറയുകയാണ് അത് പറ്റില്ല, ഒന്നുകിൽ നിങ്ങൾ രണ്ടും വെക്കുക, അതല്ലെങ്കിൽ രണ്ടും പഠിച്ച് കളയുക. ഇനി അതല്ല വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീശ പഠിച്ചിട്ട് താടി വെക്കണ പരിപാടി നടക്കില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് നമ്മളുടെ നാടിനും നമ്മളുടെ കൾച്ചറിനും ചേർന്നതല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ചൈനയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് അവരുടെ ആശയം മുതൽ അവരുടെ ദേശ സ്നേഹം, കമ്മ്യൂണിസത്തോടുള്ള സ്നേഹം, അതുപോലെ ഓരോ എലമെൻസും അവിടെ അടിച്ച് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉയ്ഗൂർ മുസ്ലിംസിനെ നിർബന്ധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവരെ പ്രത്യേക ഈ പ്രിസൺസ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അടച്ചിട്ടുകൊണ്ട് അതിനെ നിർബന്ധിക്കുന്ന അവസ്ഥ വരെ അവിടെ ഉണ്ടാക്കുന്നു എന്നതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ഈ പള്ളി ഇടതുവശത്ത് കാണാം, അത് ആ പള്ളി കാണുമ്പോൾ നമുക്കറിയാം അതൊരു പള്ളിയാണ് എന്നുള്ളത്, കാരണം അതിന് മിനാരമുണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ വലതുവശത്ത് കാണുന്നത് അതിൻ്റെ മിനാരമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അത് മറ്റൊരു ചൈനീസ് ആർക്കിടെക്ചർ അവിടെ കൊണ്ടുവന്ന് അതിനെ അങ്ങ് മാറ്റുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് ചൈന വൽക്കരിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ചെയ്തത് ശരിയോ തെറ്റോ?
ഇതാണ് നമ്മൾ ഒന്നാമത് ചോദിക്കുന്നത്. ഇത് ചൈന ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതാണ് രണ്ടാമത് ചോദിക്കാനുള്ളത്. ആ കാരണം എന്തു തന്നെയായാലും ചൈന ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതാണ് മൂന്നാമത് ചോദിക്കാനുള്ളത്. അവിടെ ശരിക്കും നമ്മൾ ഉത്തരം മുട്ടി പോകുന്നുണ്ടോ എന്നൊരു സംശയം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നാട്ടിലുള്ള പള്ളികൾ മുഴുവൻ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിലൂടെ പോകുന്നത് പോലെ തോന്നുന്ന രീതിയിലുള്ള വലിയ വലിയ പള്ളികളും അതിൻ്റെ രൂപമൊക്കെ അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ വരുമ്പോൾ അതിനോട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പള്ളിയിലെ ആർക്കിടെക്ചറിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് അതിൻ്റെ കുഴപ്പം. ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ പള്ളി പണിയുമ്പോൾ അവരുടെ പള്ളികൾക്കും ഇതുപോലെയുള്ള രൂപങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള പണികൾ, അല്ലെങ്കിൽ പോർച്ചുഗീസ്, അല്ലെങ്കിൽ അങ്ങനെ പല പേരിട്ടിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ അപ്പുറത്തേക്ക് ആ ക്രിസ്ത്യാനിറ്റിയുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു എലമെൻറ്റ് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളിടത്ത് അതൊരു ഭീഷണിയാകുന്നില്ല. പക്ഷേ ചൈനക്കാരൻ അവിടെ തിരിച്ചറിയാണ്, ഓക്കെ, ഇവിടേക്ക് എക്സ്ട്രീമിസം വരുന്നു. ഇസ്ലാമിക് എക്സ്ട്രീമിസം എന്ന് പറയുന്ന സാധനം, അത് ചൈന വിരുദ്ധത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ ദേശത്തോടുള്ള കൂറില്ലായ്മ വരെയുള്ള കാര്യങ്ങൾ അതുൾപ്പെടെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അവർ തിരിച്ചറിയുന്നു. അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗവും സ്വീകരിക്കുമ്പോൾ അതിലൊരു മാർഗമായിട്ട് അവരിത് കൈക്കൊള്ളാൻ നിർബന്ധിതരാകുന്നു. അവർക്കതിന് മറിച്ച് ചിന്തിക്കാൻ മറ്റൊരു മോഡൽ നാട്ടിലില്ല, ലോകത്തില്ല എന്നുള്ളതും കൂടി വരുമ്പോഴാണ് അത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ ചൈന ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇങ്ങനെ നിർബന്ധിച്ച് ആളുകളെ ഈ രീതിയിൽ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്ന് മുസ്ലിങ്ങൾക്കൊരു പാഠമുണ്ട്. മുസ്ലിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ അബദ്ധമാണ്. അത് സമൂഹത്തിൽ ഇതുപോലെയുള്ള തീവ്രമായ ചിന്തകൾ പോലും വഴിവെക്കുന്നതിന്, ആ രീതിയിൽ ആളുകൾ ആക്ട് ചെയ്യിക്കുന്നതിന്, നിങ്ങളെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നതിന്, നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ബാബറി മസ്ജിദ് പൊളിക്കലുകൾ എല്ലാ ദിവസവും നടക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള വെടിമരുന്നുമായിട്ടാണ് ഇവിടുത്തെ ഇസ്ലാം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം നിലനിൽക്കുന്നത്. എത്രത്തോളം വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവർ ഉൾക്കൊള്ളാത്ത കാലത്തോളം അതങ്ങനെയുണ്ട്. ഉൾക്കൊണ്ടിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. അതിനാണ് നമ്മൾ അവരെ ഈ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മളിത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിങ്ങനെ കുറഞ്ഞ് എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയിൽ പോലും ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇത് ചെറിയ കാര്യമല്ല. നമ്മൾ പറയുന്ന സംഖ്യ വളരുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇതുവരെ സംഖ്യ വളർന്നത് കണ്ടിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ സംഖ്യ ഇവിടെ വളർന്നിട്ടില്ല. അത് വളർന്നാൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ വളർത്തരുത് എന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്കതേ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഘപരിവാർ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ട്രാഡുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ റായ്താസ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം മറ്റൊരാളുകളുണ്ട്. അവർ മൈൽഡായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, കാലം മാറുന്നതിനനുസരിച്ചിട്ട് മാറുക, അതുപോലെ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ വേറെയുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് സത്യത്തിൽ ഈ ട്രാഡുകളെ നിയന്ത്രിച്ച് നിർത്തുന്നത് പോലും ഈ റായ്താസ് എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണ്. അത് അവിടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് രണ്ടുമായിട്ടും ബന്ധമില്ലാത്ത ഇവിടുത്തെ സാധാരണ ഹിന്ദു മതവിശ്വാസികൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും കൂടി, ഇന്നിപ്പോൾ ക്രിസ്ത്യാനികളെയും കൂടി ഈ പാളയത്തിലേക്ക് എത്തിച്ചിട്ട് മുസ്ലിം വിരുദ്ധരാക്കി മാറ്റുന്നത്. ആ പണിക്ക് കൂട്ട് നിൽക്കരുത്, അതിന് നിങ്ങൾ ആക്കം കൂട്ടരുത് എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഇവിടെയും അത് ആവർത്തിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് അതാണ്. ഈ സ്വയം അപരവൽക്കരണം, ആഘോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ കാണാം. ഇപ്പോൾ ഈ കുട്ടികൾ അവരവിടെ ചൈനീസ് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ചിത്രമാണ് കാണുന്നത്. നമ്മൾ ഇവിടെ എന്താ കാണുന്നത്? ഇപ്പോൾ ഈ ന്യൂ ഇയറിന് നമ്മളെന്താ കണ്ടത്? നിങ്ങൾ നമ്മളെ ലൈലത്തുൽ ഖദറിന് നിങ്ങൾ കിടന്നുറങ്ങും, എന്നിട്ട് ന്യൂ ഇയറിന് നിങ്ങൾ ഉറക്കമുളച്ചിരിക്കും. ഇതല്ലേ കൗമയെ നിങ്ങൾ ചെയ്യുന്നത്? ഇത് ആപത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന നമ്മളുടെ മുല്ലാക്കന്മാരെയാണ് കണ്ടത്. ഇമാതിരി പറച്ചിൽ ചൈനയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ പിന്നെ വെളിച്ചം കാണില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അത് പ്രശ്നമാണോ അത് അനുഗ്രഹമാണോ എന്നുള്ളത് മുസ്ലിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഒരു നടപടി ഇന്ത്യയിലെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. എന്നിട്ടെങ്കിലും നിങ്ങളുടെ തലയിലേക്ക് അല്പം വെളിച്ചം വീഴട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ അപകടമാണത്. നിങ്ങളെടുക്കുന്ന നിലപാട് അപകടമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താ, എല്ലാവരും ആ രീതിയിൽ മതത്തിലൂടെ മാത്രമേ കാര്യങ്ങളെ കാണൂ എന്നൊരു നില വന്നാൽ, എല്ലാവർക്കും അത് ചെയ്യാൻ വന്നാൽ,
തിരിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിങ്ങൾ പറയുന്നതിനോടുള്ള എതിർപ്പുകളും അതിനോടുള്ള പല രീതിയിലുള്ള പ്രകടനങ്ങളും ഇവിടെ വന്നാൽ, എതിർത്തുള്ള പ്രകടനങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് വിദ്വേഷവും അത് വെച്ചുള്ള അക്രമങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഉണ്ടാവുക. ഇവിടുത്തെ സമാധാനം എന്ന് പറയുന്ന സാധനം പിന്നെ ഇവിടെ പൊടിയിട്ടാൽ കാണില്ല. അതാണ് അവസ്ഥ. അപ്പോൾ എന്തിനാ അതിലേക്ക് വെക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ചൈനക്കാരൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ചൈന ചെയ്യുന്നത്, അതിനുള്ള മറുപടിയായിട്ട് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയെന്നല്ല പറയുന്നത്, ഞാൻ ആവർത്തിക്കുകയാണ്. പക്ഷേ ചൈനക്കാരൻ എന്തുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ക്രിസ്മസ് പാടില്ല, ഓണം പാടില്ല, ന്യൂ ഇയർ പാടില്ല എന്ന് പറയുമ്പോൾ ചൈനക്കാരൻ പറയാണ് മര്യാദയ്ക്ക് ക്രിസ്മസ് ആഘോഷിച്ചോ, മര്യാദയ്ക്ക് ഓണം ആഘോഷിച്ചോ, മര്യാദയ്ക്ക് ന്യൂ ഇയർ ആഘോഷിച്ചോ എന്ന് പറയിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ സംഖ്യയെ നിങ്ങൾ എത്തിക്കണോ, അതോ നിങ്ങൾ സ്വയം ഇത്തരത്തിലുള്ള പബ്ലിക് ആയിട്ട് മതം കുത്തിയിളക്കിക്കൊണ്ട് മറ്റുള്ള ആളുകളെയും കൊണ്ടും ഇതുപോലെയുള്ള ചിന്തകളിലേക്ക് എത്തിക്കുന്ന ഈ പരിപാടിക്ക് ഒരു അവസാനം ഇടണോ നിങ്ങൾ ചിന്തിക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് മുറിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഇമാമിൻ്റെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഇമാമിന് കുറച്ച് താരപരിവേഷമാണ്. ആ ഇമാമാണ് സ്ട്രോങ് ആയിട്ട് ഉള്ള ഇമാമ്, ആ ഇമാമിനെല്ലാം അറിയാം എന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു ഇമാമ് ചൈനയിലാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഇമാമിങ്ങളിൽ നിന്ന് ഡാൻസ് കളിക്കണ പോലെ കളിപ്പിക്കും ചൈനക്കാരൻ. എന്ത് വേണം? നമ്മൾ ഇന്ത്യയിലുള്ള ഇതുപോലെ ക്രിസ്മസ് പാടില്ല എന്നും ഓണം പാടില്ല എന്നും അല്ലെങ്കിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കരുതെന്നൊക്കെ പറയുന്ന ഇമാമുമാരെ ഇവിടുത്തെ സംഖ്യകൾ പിടിച്ച് ഇതേപോലെ ഡാൻസ് കളിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതിലേക്ക് ആരാണ് ആ ഒരു അവസ്ഥയിലേക്ക് വഴിവെക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരാണ്? അതിന് സംഖ്യനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയുമോ? ഇവിടെ ചൈനക്കാരൻ ഇവരുടെ നാടിന് നേരെയുള്ളൊരു ത്രെട്ടായിട്ട് കാണുന്നതിനുള്ള ഒരു കാരണം വേറെയുണ്ട്. അത് അവസാനം ഞാൻ പറയാം. അവിടെ അവർ കാണുന്നത് ഇതാണ്, അവരുടെ നാടിനെ, അവരുടെ ആ ഒരു കൾച്ചറിനെ, അവരുടെ ഐഡൻറ്റിറ്റിയെ, അവരുടെ രാഷ്ട്രീയത്തെ, ഇതിനെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അവർ ഇസ്ലാമിനെ കാണുന്നു. അത് അവർ തടുക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അവരവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥലങ്ങളിലുള്ള ബാബറി മസ്ജിദുകൾ പൊളിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ ചൈനക്കാരന് പിന്നെ എന്തോ ആവാലോ, അതാണ്. ഇനി അറബിക് ലാംഗ്വേജിനുള്ള ബാൻ, അത് ചെറിയ അക്ഷരമാണ്, ഞാനത് മൊത്തം ഇട്ടത് നിങ്ങൾക്ക് സൂം ചെയ്ത് വായിക്കാം സൗകര്യം പോലെ. അതിൽ അറബി ഭാഷ അത് കൂടുതൽ ഉപയോഗിക്കുക, അത് പഠിക്കാൻ താല്പര്യം കാണിക്കുക എന്ന് പറയുന്നത് ചൈന ഈസ് സീയിങ് ദാറ്റ് ആസ് ഒരു എക്സ്ട്രീമിസത്തോടുള്ള ഒരു അഭിവാഞ്ച ആയിട്ടാണ് ചൈന അതിനെ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചൈന ആദ്യമൊക്കെ അറബി പഠിക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ചൈന അറബി പഠിക്കുന്ന ആളുകളെയും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെയും ഒരുപോലെ വേട്ടയാടാൻ തുടങ്ങി, അതിനെ പൂട്ടിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക. 2014 ശേഷം അങ്ങനെയുള്ള സ്ഥലങ്ങളെ മുഴുവൻ അടപ്പിക്കുകയും അത് നടത്തിയിരുന്ന ആളുകളെ ഡീറ്റെയിൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ കാരണം? ലേണിംഗ് ആൻഡ് ടീച്ചിങ് അറബിക് വാസ് കൺസിഡേർഡ് റിലീജിയസ് എക്സ്ട്രീമിസം എന്ന് തന്നെയാണ് പറയാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ചൈനക്കാരനെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചതാണോ? അല്ല. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം അനാറ്റമി ഓഫ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ആ ഒരു ജിഹാദ്, പല ലെവൽസ് ഓഫ് ജിഹാദ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞൊരു തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജ് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ ആ തേർഡ് സ്റ്റേജിൽ വരുന്നൊരു സാധനമാണ് ഈ അറബി ഭാഷയോടുള്ള ഒരു അഭിവാഞ്ച. എന്തിനും ഏതിനും നമ്മൾ പിന്നെ കൺഗ്രാറ്റ്സ് എന്നൊന്നും പറയില്ല, നമ്മൾ പിന്നെ മബ്രൂക്ക് എന്നേ പറയൂ. നമ്മൾ പിന്നെ നിനക്ക് എന്താണ് വളരെ നന്ദി എന്നൊന്നും പറയില്ല, പിന്നെ നമ്മൾ ജസാക്ക ഡിങ്ക ഹയർ എന്നേ പറയുള്ളൂ, അല്ലെ ജസാക്ക അല്ലാഹ് ഹയർ എന്നേ പറയുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഏതിനും നമ്മൾ നമ്മുടെ നാടിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പരസ്പരം ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയിൽ പറയാറുണ്ടായിരുന്ന കാര്യങ്ങളെ മുഴുവൻ പിന്നീടെല്ലാം അറബിയിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത, അതൊരു ഈ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്ന ഈ മതത്തോടുള്ള കൂറ് വർദ്ധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ അന്ന് അവിടെ എണ്ണിയിരുന്നു. ഇപ്പോൾ ഇവർ ഇത് പറയുകയാണ്. ഇനി നിങ്ങൾ പറയും ചൈന ചെയ്യുന്നത് ശരിയോ തെറ്റോ, ചൈന എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചൈനയെ എത്ര ശതമാനം കുറ്റപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ചൈന ഇതിന് മറുപടിയായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല, അതല്ല അതിൻ്റെ വഴി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചൈനയ്ക്ക് മുന്നിൽ മറ്റെന്ത് വഴിയാണുള്ളതെന്നും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വേറെ വഴി എന്താണ് നിങ്ങൾക്കൊരു ബദലായിട്ട് വെക്കാനുള്ളത്?
ഇസ്ലാമിക സമൂഹങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ ലാസ്റ്റ് അതും കൂടി ഒന്ന് പറയാം. ഇറേസിംഗ് ദ മുസ്ലിം ഐഡൻറ്റിറ്റി ഓഫ് Uyghur children. The authorities send Uyghur parents to concentration camps or prisons and thus send their children to boarding schools and state orphanages. The layout of these boarding schools and orphanages is brutal and hierarchical. Children suffer from mental and physical abuse at all levels. Hypersecurity tries to hide this brutality as children cannot escape to tell their own stories. കുട്ടികൾ ഒരിക്കൽ പോലും അവിടെ നിന്ന് പുറത്തു വന്ന് അവരുടെ കഥ പുറത്ത് അറിയിക്കരുത് എന്ന നിർബന്ധം കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ആ സംവിധാനങ്ങൾ അവരവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ ചൈനീസ് റെജീം വാണ്ട്സ് ടു റേസ് മുസ്ലിം ചിൽഡ്രൻ ആസ് ലോയൽ സിറ്റിസൺസ്. ദേശ സ്നേഹികളായിട്ട് വളർത്തണം. To the party and the state. In order to reach this goal, starting from kindergarten, children are taught to love the Communist Party and China. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യമായിട്ടും മറ്റേതെങ്കിലും ഹിന്ദു രാഷ്ട്രമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും കോയിൻസിഡൻസ് മാത്രമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ദേശീയവാദികളാക്കണം. ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് RSSൻ്റെ കീഴിൽ ഇവിടെ രാഷ്ട്രീയ മുസ്ലിം മഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മളവിടെ കണ്ടത് അതിനകത്ത് പോലും സുഡാപ്പികൾ നുഴഞ്ഞു കയറിയിട്ട് പല RSSൻ്റെ സ്ഥാപനങ്ങളിലും ബോംബ് ഭീഷണി വെക്കുകയും പറയുകയും പിടിക്കുകയൊക്കെ ചെയ്തു. 1-2 സ്ഥലത്ത് പൊട്ടുകയും ചെയ്തു. പക്ഷേ അത് അവരവിടെ വാർത്തയാക്കിയിട്ടില്ല. ഇതാണ് നമുക്കറിയാൻ കഴിയുന്നത്. മര്യാദയ്ക്ക് അവർ വാർത്തയാക്കി ഇവിടെ ഇന്ത്യ കത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. പക്ഷേ അത് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ RSSൻ്റെ അകത്ത് സംഘപരിവാറിൻ്റെ അകത്ത് തന്നെ അവർക്ക് വിരുദ്ധരായിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. രാഷ്ട്രീയ മുസ്ലിം മഞ്ച് വേണ്ട, അത് ഇതിന് അപകടമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് പറ്റില്ല, മുസ്ലിങ്ങളെയും അവരെയും ദേശീയവാദികളാക്കി മാറ്റണമെന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദേശസ്നേഹികളായിട്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ മേന്മ കൊണ്ടല്ല. ഇസ്ലാമിനൊരു ചുക്കും അതിനകത്തില്ല ദേശസ്നേഹത്തിൽ എന്നത് തന്നെയാണ് അവിടെ വരുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ കണ്ടു. അതിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് 2-3 ആളുകളുടെ അടുത്ത്, നിങ്ങൾക്ക് മതമാണോ വലുത് ദേശസ്നേഹമാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം കുട്ടി പറയുന്നത് എനിക്ക് മതമാണ് വലുത്, അത് കഴിഞ്ഞിട്ടേ ദേശം വരുന്നുള്ളൂ എന്ന് പറയുന്നു. മറ്റൊരു കുട്ടി അമുസ്ലിമായിട്ടുള്ള കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അവർ പറയുന്നത് എന്താ, എനിക്ക് ദേശമാണ് വലുത്, മതമൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു ആഗോള പ്രതിഭാസമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു UK-യിലും കാനഡയിലും മറ്റു പല സ്ഥലങ്ങളിലും. കാനഡയിലൊക്കെ ഈ റെഫ്യൂജീസായിട്ട് കയറി വരുന്ന ആളുകൾ അവരവിടെ താമസിച്ച് കഴിയുമ്പോൾ അവർക്കവിടെ പെർമനൻറ്റ് റെസിഡൻസിയൊക്കെ കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കൊടുക്കുമ്പോൾ ഒരു ഓത്തെടുക്കണം. ആ ഓത്തെടുക്കുന്ന സമയത്ത് അവർ ചില കൈയൊക്കെ വെച്ച് ചില പ്രതിജ്ഞ ചൊല്ലണം. ആ സമയത്ത് അവർ മിണ്ടാതെ നിൽക്കുന്നു എന്ന് അതെല്ലാം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെളിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാനത് പറഞ്ഞില്ല, കാരണം ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് മൈ റിലീജിയൻ എന്ന് പറഞ്ഞു നിന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു പ്രതിജ്ഞ പറയുന്നതിൽ പോലും അവർ കാണുന്നത് അവർക്ക് ഇത്രമാത്രം സോഷ്യൽ വെൽഫെയറും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വന്ന് അവരവിടെ താമസിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? ആ കാനഡ അല്ലെങ്കിൽ ഈ പറയുന്ന കാഫിറിൻ്റെ രാജ്യം അതൊരു കാഫിറിൻ്റെ രാജ്യമായതുകൊണ്ടും അവിടെ നിലനിൽക്കുന്നത് ശരിയ നിയമം അല്ലാതെ ഇരുന്നതുകൊണ്ടുമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അവിടെ കയറി വന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? വി വാണ്ട് ശരിയ, വി ഡോണ്ട് വാണ്ട് ഡെമോക്രസി ഈസ് എ ക്യാൻസർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുമ്പോൾ അത് ഭയക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ നമ്മൾ യൂറോപ്പ് മൊത്തം സംസാരിക്കുന്ന വിഷയം എന്താണ് അവിടെ കാണുന്നത്? അവിടെ വലതുപക്ഷത്തേക്ക് പോകുന്നു, തീവ്ര വലതുപക്ഷം അവിടെ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം. അതല്ലേ അവിടെ സംഭവിക്കുന്നത്? അതിലേക്ക് വഴിവെച്ചത് ആരാണ്? എന്താണ്? എന്ത് കാരണമാണ്? അത്തരത്തിലുള്ളൊരു അവസ്ഥ ചൈനയിൽ വരുന്നത് പേടിക്കാനുള്ള അവകാശം ചൈനക്കാരനില്ലേ എന്നാണ് ഞാൻ ചോദിക്കണുള്ളൂ. ചൈനക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഇന്ന് എതിർക്കുന്നു. അത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള ആളുകളെല്ലാം അതിനെ അപലപിക്കുന്നുണ്ട്, എക്സെപ്റ്റ് മുസ്ലിം കൺട്രീസ്. അത് എല്ലാവരും പാലസ്തീനിലേക്ക് മാത്രമേ നോക്കാറുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഒന്നുമില്ല സർ, അവിടെ നോക്കാൻ പാടില്ല സർ എന്നുള്ളതാണ് അവിടുത്തെ നിയമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ പ്രശ്നം മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ വരാൻ തുടങ്ങും. ഏതുപോലെ? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതുപോലെ ഡീപ്പോർട്ട് ചെയ്യുക, ഡീഗെറ്റോഐസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. അതായത് മുസ്ലിങ്ങൾ കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, അതിനെ അവിടെ നിന്ന് തകർക്കുന്ന നടപടി ഡെൻമാർക്കിലാണെന്നാണ് ഓർമ്മ. അവിടെ ചെയ്യുന്ന ഒരു പ്രവണത ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്, നിങ്ങളിങ്ങനെ കൂട്ടമായിട്ട് താമസിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു.
അങ്ങനെ വന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ ഡീപ്പോർട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ റുവാണ്ട പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ പണിത് അവിടേക്ക് പോലെ എത്തിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ വരുമ്പോൾ, അന്ന് ഈ ചൈന ചെയ്യുന്നതും ഈ രാജ്യങ്ങൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം, എത്ര ഡിഗ്രിയിലുണ്ടാകുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോഴേ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ചൈന ചെയ്യുന്നത് 100% ശരിയല്ല. പക്ഷേ ചൈന ചെയ്യുന്നുണ്ടെങ്കിൽ അത് പല രാജ്യങ്ങളും ഇനി വരും കാലങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണെന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അത് ആ തരത്തിലേക്ക് ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചൈനയെ എന്തുകൊണ്ടാണോ അത് ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത്, സമാനമായ കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന പണി ഇന്ന് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിൽ ഇന്ത്യയിലടക്കം മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ നിർത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇന്ത്യയിലടക്കം ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് മുസ്ലിങ്ങൾക്കൊരു വലിയ പാഠമാകേണ്ട കാര്യം തന്നെയാണ്. ചൈന ലോക മുസ്ലിങ്ങൾക്കൊരു പാഠമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൽ അവസാനമായിട്ട് ചൈന എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫ് മുസ്ലിംസ് എന്നുള്ളൊരു പേരെടുത്തുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ ഒരു ഗണത്തിൽ ഈ ഉയ്ഗൂർ മുസ്ലിംസ് ചൈനയുടെ പെർസിക്യൂഷൻ്റെ ഭാഗമായിട്ട് ലോകത്ത് പല സ്ഥലങ്ങളിലേക്കും ചെതറി ഓടിയപ്പോൾ അതിൽ ഇന്തോനേഷ്യ അവർക്കൊക്കെ എതിരെ നിൽക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് കണ്ടത്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിംസിനെയും അവിടെ കയറി അവിടെ വരരുത് എന്ന് പറയും. അവരെ താമസിപ്പിച്ചിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉള്ള സ്ഥലത്തു നിന്ന് ആളുകളെ അവിടുത്തെ സ്റ്റുഡൻസൊക്കെ വന്ന് ആട്ടി ഓടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ റിഫ്യൂജീസ് ആയിട്ടുള്ള ആളുകളോട് എന്ത് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനുള്ള ഒരു മാതൃക പോലും ഇസ്ലാമിക രാജ്യത്തിന് മുന്നോട്ട് വെക്കാനില്ല. അതുപോലും കാഫിറുകളെ കണ്ട് യൂറോപ്പിനെ കണ്ട് പഠിക്കേണ്ട ഗതികേടാണ് ഇസ്ലാമിനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, എന്ത് ധാർമ്മികതയാണ് ഈ റിഫ്യൂജീസിനോട് കാണിക്കേണ്ട മര്യാദയിൽ ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത് എന്നത് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. ആ കൂടിയുള്ള രാജ്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇമാതിരി പോക്കിരിത്തരങ്ങളാണ്. ഇത് തുർക്കി പോലും ഇന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് കയറിയത് അവരെ തിരിച്ചയക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ